ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബഡ്ഡിങ് ആൻഡ് ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെമ്പരത്തി ചെടിയിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുകയാണ്. രണ്ട് വ്യത്യസ്തമായ ചെമ്പരത്തി ചെടികൾ എടുത്താൽ നാടൻ ചെമ്പരത്തി വേറൊരു ചെമ്പരത്തിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു നീളത്തിലുള്ള ഒരു തണ്ട് നമ്മളെടുത്ത് അത് നിറച്ച് മുകുളങ്ങളുള്ള ഒരു തണ്ടാണ് എടുക്കുന്നത്. അതിലെ വലിയ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ അത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്ന തണ്ടാണത്. നമ്മളെടുക്കുമ്പോൾ ബ്ലേഡ് എടുക്കുമ്പോഴത്തേനും പുതിയ ബ്ലേഡ് തന്നെ എടുക്കണം. നിറച്ച് മുകുളങ്ങളുള്ള തണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നാടൻ ചെമ്പരത്തിയിലേക്കാണ് ഈ ചെമ്പരത്തിയുടെ തണ്ടെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ടുള്ള നാടൻ ചെമ്പരത്തി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെ നമ്മളൊരുവിധം മൂത്ത തണ്ടിലേക്ക് വേണം നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി, എന്നിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നിടത്ത് ഒരു 1.5 ഇഞ്ച് മാക്സിമം അളവിൽ നമ്മൾ കട്ട് ചെയ്യണം. നടുഭാഗത്തേക്ക് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് ഇറക്കണം. എന്നിട്ട് അവിടേക്കാണ് നമ്മൾ ഈ പുതിയ തണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിഭാഗം നന്നായിട്ട് നമ്മളൊരു ഫോർക്കിൻ്റെ ഷേപ്പിൽ നന്നായിട്ട് കട്ടി കുറച്ച് സൈഡ് രണ്ട് വശവും നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ തണ്ടിലേക്ക് നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന തണ്ടെടുത്ത് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പ്ലാസ്റ്റിക് കവർ വെച്ച് നന്നായിട്ട് അത് കവർ ചെയ്ത് വെക്കണം. ഒട്ടും ജലാംശം കിടക്കാത്ത രീതിയിൽ ആ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ നൈസായിട്ടുള്ള ഇതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ വെച്ചോ നമുക്കത് നന്നായിട്ടത് കവർ ചെയ്തെടുക്കാം. അവിടെ നല്ല ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നീളമുള്ള ആ തണ്ടിൻ്റെ അത്ര നീളമുള്ള ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം നിറച്ച് ആ കവറിൻ്റെ എല്ലാ ഭാഗത്തും ജലാംശം വന്നതിന് ശേഷം ആ വെള്ളം കളഞ്ഞിട്ട് ആ കവറ് ഈ തണ്ടിലേക്ക് ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കണം. അതൊട്ട് പിന്നെ വേറെ ജലാംശം ഈർപ്പം പുറത്തുനിന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കുന്നത്. സാമ്പ്രാണിക്കൂടോ അല്ലെങ്കിൽ സിപ്പപ്പിൻ്റെ നീളമുള്ളത് കിട്ടാൻ പാടായിരിക്കും. അല്ല, സാമ്പ്രാണിയുടെ കവറില്ലേ, ആ പ്ലാസ്റ്റിക് കവറാണെങ്കിൽ ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ഒത്തിരി വീതി വരുന്നില്ല. ഒത്തിരി കവർ ഉപയോഗിച്ച് ഇത് കവർ ചെയ്യുവാണെങ്കിൽ ഏറ്റവും എളുപ്പമുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാടൻ ചെമ്പരത്തി വേറൊരു ചെമ്പരത്തി ചെടിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്ത ഗ്രാഫ്റ്റ് ചെയ്യാനെടുത്ത ചെടിയിലേക്കാണ് നമ്മളിനി, അതായത് രണ്ടും ചെമ്പരത്തി തന്നെയാണ്. ഒരെണ്ണം നാടൻ ചെമ്പരത്തി, പിന്നെ നാടനല്ല, ആ ചെമ്പരത്തി ഏത് ടൈപ്പാണ് ഞാൻ എൻ്റെ പൂവ് കാണിച്ചു തരാം. അന്നേരം ആ ചെമ്പരത്തിയിലേക്ക് നാടൻ ചെമ്പരത്തി ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ എല്ലാ മുകുളങ്ങളും നമ്മൾ മുകുളങ്ങൾ എന്ന് പറഞ്ഞാൽ മുകുളങ്ങളും നിർത്തുക, അതിൻ്റെ വലിയ ഇലകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടാണ് ഒരു നീളമുള്ള ഒരു തണ്ടാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെമ്പരത്തിയിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിവശം കോർക്ക് പോലെ നന്നായിട്ട് ചെത്തി മിനുക്കി എടുക്കണം. അടിവശം രണ്ട് സൈഡ് ഭാഗങ്ങൾ രണ്ടും നന്നായിട്ട് ചെത്തി മിനുക്കി എടുത്തേച്ച് നമുക്ക് നമ്മുടെ ചെമ്പരത്തിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ആ ചെമ്പരത്തി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അറ്റത്തേക്ക് അതും 1.5 ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് നടുവശം കട്ട് ചെയ്തിട്ട് അതിലേക്കാണ് നമ്മുടെ നാടൻ ചെമ്പരത്തിയുടെ തണ്ടെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഫിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് നന്നായിട്ട് കവർ ചെയ്യുകയാണ്. ഒട്ടും ജലാംശം വരാത്ത രീതിയിൽ കവർ ചെയ്തെടുത്തിട്ട് വീണ്ടും നമ്മൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറിൽ വെള്ളം നിറച്ച് ആ വെള്ളം കളഞ്ഞ് അതിൻ്റെ എല്ലാ ഭാഗത്തും ജലാംശം ഒന്ന് ഉറപ്പാക്കിയതിന് ശേഷം ആ പ്ലാസ്റ്റിക് കവർ വെച്ച് നമ്മൾ ഈ തണ്ടിനെ നന്നായിട്ട് കവർ ചെയ്ത് വെക്കും. ഒട്ടും ജലാംശം കിടക്കാത്ത രീതിയിൽ പുറത്തുനിന്നുള്ള
ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ബഡ്ഡിങ് ചെയ്യാൻ പോവുകയാണ്. അതായത് ബഡ്ഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെമ്പരത്തി ചെടിയുടെ തണ്ട് മൂപ്പുള്ളൊരു ഭാഗത്ത് തന്നെ അവിടുത്തെ ഒരു മുകുളത്തിൻ്റെ അവിടം കട്ട് ചെയ്ത് തൊലി അത്രയും ഭാഗത്തെ തൊലി കട്ട് ചെയ്ത് കളയണം. അതായത് തൊലിയോട് കൂടി മുകുളത്തോടു കൂടി ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മുടെ നാടൻ ചെമ്പരത്തിയുടെ മുകുളം കൊണ്ടുപോയി അവിടെ ബഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം. ആ തൊലിയോട് കൂടിയ ആ കട്ടിയുള്ള ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റണം. ബഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ ബഡ് ചെയ്യേണ്ട ഭാഗത്ത് ഉള്ള ഭാഗമാണ് തൊലി കട്ട് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ എടുക്കുന്ന തണ്ടിൽ നല്ല നല്ല ഒരു മുകുളം നോക്കി വേണം നമ്മൾ ബഡ് ചെയ്യാൻ എടുക്കുക. അപ്പോൾ അതിന് നമ്മളൊരു നാടൻ ചെമ്പരത്തി എടുത്തിട്ട് അതിൻ്റെ നല്ല മുകുളമുള്ള ഭാഗത്ത് ആ മുകുളത്തോടു കൂടി ആ തൊലിയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ബഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ബഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുകുളം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ നമ്മുടെ മുകുളം വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച നാടൻ ചെമ്പരത്തിയുടെ മുകുളമാണിത്. അതാണ് നമ്മൾ ബഡ് ചെയ്യാൻ വേണ്ടി. അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തെ ആ കറക്റ്റ് അളവിൽ അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഇരുവശങ്ങളും നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് ആ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയ രീതിയിൽ അതിനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് വേണം അതിനെ ഫിക്സ് ചെയ്ത് അതിനെ ഇതുപോലെ നന്നായിട്ട് പ്ലാസ്റ്റിക് കവർ വെച്ച് നന്നായിട്ട് കവർ ചെയ്യണം. അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കവർ ചെയ്തിട്ട് നല്ല രീതിയിൽ ജലാംശം വരാത്ത രീതിയിൽ കവർ ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ നമുക്ക് കുറച്ച് ദിവസം എടുക്കും ഇതൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.